உன்னை பார்த்ததுல இருந்து ஒரு க்ரஷ். അജീഷണ്ണേ ഭയങ്കര സ്റ്റാമിനയാ, അത് നമ്മൾ എടുത്തു പറയണം. ഇതൊക്കെ എന്ത് ഫുള്ള് പെമ്പിള്ളാർക്ക് ഇരുന്ന് പാട്ട് പാടി കൊടുക്കുക, രാത്രി ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കുക. സീരിയസ്ലി ആമ്പിള്ളാരാ എന്റെ അടുത്തുള്ള ക്രഷ് കൂടി കൂടി അവസാനം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ക്രഷ് നിക്കുന്നില്ല. കുഞ്ഞായിട്ട് ഇതുവരെ നിന്നിട്ടില്ല ക്രഷ്. ഞാൻ പറഞ്ഞു കൊടുത്ത ഇവര് കേൾക്കൂ, ഇവിടുത്തെ പിള്ളേര് കേൾക്കത്തില്ല. ഇവള് വീട്ടിലെ ജോലി ഉൾപ്പെടെ വീഡിയോ ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ കൂടുതൽ റൊമാൻറ്റിക് ഹീറോ വിഷ്ണു അല്ലേ? അവന് മുന്നേ ഓടിച്ചോടിയായിരുന്നു. 16 വയസ്സിലൊക്കെ പോയില്ലേ? ഇവിടെ എല്ലാം വിളമ്പരുത് നിങ്ങള്. ഞങ്ങളെല്ലായിരുന്നു പഠിക്കുമ്പോൾ ഒരു ഷീറ്റല്ലേ, അപ്പൊ അച്ഛൻ ഇങ്ങനെ മീനേന്ന് വിളിച്ചോണ്ട് പോകുമ്പോ ഞാനത് അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കും. അപ്പൊ എനിക്ക് പിള്ളേർക്കെല്ലാം അറിയാം എന്റെ അച്ഛനാണ്. എനിക്കതൊരു അച്ഛൻ കൊണ്ടിരുന്ന മീനും കൂട്ടി ചോറ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എല്ലാവർക്കും നമസ്കാരം. 1 to ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു കൂട്ടം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ശരിക്കും ഈ കണ്ടന്റ് ഒക്കെ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചാൽ അത് അവരോട് തന്നെ ചോദിക്കണം. എവിടെ നിന്നേ കണ്ടന്റ് ഒക്കെ വരുന്നേ? എന്റെ ഇരുന്ന് ആലോചിക്കും, അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ വെറുതെ ഇരുന്ന് ആലോചിക്കുമ്പോ കിട്ടുമല്ലേ? ജീവിതമുണ്ട്, പിന്നെ വീഡിയോ ഇടണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെങ്കിലൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കും. ആരുടെ ജീവിതം ഇതിൽ കൂടുതൽ? എല്ലാവരുടെയും ജീവിതം വരും. എല്ലാവരുടെയും ജീവിതം വരും. നടക്കാൻ പോകുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഫ്യൂച്ചർ ഒക്കെ വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഉള്ളു. അജീഷയുടെ കണ്ട ഫ്യൂച്ചറിൽ അടുത്ത വീഡിയോ എന്തായിരിക്കും? ഞാൻ കാണുന്ന അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി കുഞ്ഞാവ്. അതാണ് ഇപ്പോഴത്തെ എക്സ്ക്ലൂസീവ് സാധനം അല്ലേ? കുഞ്ഞാവ് വരാൻ പോകും. ജൂൺ ജൂലൈയിലായിരിക്കും. അപ്പൊ നമുക്ക് ജൂൺ ജൂലൈ മാസത്തിൽ നമ്മൾ റീൽ ചെയ്യാം. അങ്ങനൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നു. എന്താണ് കുഞ്ഞിന്റെ എക്സ്പെക്ടേഷൻ? ഗേൾ ആണോ ബോയ് ആണോ? അങ്ങനെയൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. പക്ഷെ ഗേളിനോടാണ് കൂടുതൽ താല്പര്യം. ഗേളിനോടാണ് താല്പര്യം. അജീഷന് ഗേളിനോടാണ് താല്പര്യം. എനിക്ക് ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ ഫേസ് ഒക്കെ ഫെമിലിയർ ആണെങ്കിലും അധികം പേർക്ക് അറിയില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് അജീഷ് കുമാർ. എൻ്റെ ചാനലിൻ്റെ പേര് മൈ ഡ്രീം വേൾഡ്. ചേട്ടൻ്റെ വൈഫാണ് ഗോപിക. പറഞ്ഞതാ സതീഷ്. എൻ്റെ പേര് വിഷ്ണു പോർക്കുളം എന്നാണ് ചാനലിൻ്റെ പേര്. ഞങ്ങൾക്ക് ഓൾറെഡി ഓരോരുത്തർക്ക് ഓരോ ചാനലുണ്ട്. എൻ്റെ ചാനൽ വിഷ്ണു പോർക്കുളം, സതീഷ് അമൃതരാജ്, മൈ ഡ്രീം വേൾഡ്. നമ്മുടെ കൂടെ ഒരാളോടുണ്ട് വീഡിയോക്കകത്ത് ചെയ്യാൻ കൂടുതലും. ഭീമ വരുന്നേ ഉള്ളൂ, വരുമ്പോഴത്തേക്ക് കാണാം. നമ്മുടെ ഏറ്റവും കൂട്ടത്തിലെ പ്രായമുള്ള അമ്മയാണ് അല്ലേ ചേച്ചി? എൻ്റെ പേര് ഇന്ദുലേഖ. ഇവരുടെയൊക്കെ അമ്മയായിട്ട് അഭിനയിക്കുന്നു. എല്ലാവരുടെ അമ്മയാണ്. എല്ലാവരുടെയും അമ്മയായിട്ട് അഭിനയിച്ചു. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മക്കളെ ഏതായിരുന്നു? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ എല്ലാവരും ഇഷ്ടം. എല്ലാരും ഇഷ്ടമാണ്. കുറുമ്പുള്ള മക്കളെ ഏതാ ഇതില്? രണ്ടുപേരും. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവർ രണ്ടുപേരുടെ അമ്മയായിട്ട് അഭിനയിക്കും. അജീഷിന്റെ വിഷ്ണുവിന്റെ. സതീഷുമായിട്ട് ഞാൻ 2 വീഡിയോയെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എങ്കിലും അജീഷിന്റെ വിഷ്ണുവിന്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു അമ്മയായിട്ട് അങ്ങ് മാറും. അവരാ സ്നേഹം തരുന്നതാണോ? അവരുടെ സ്നേഹവും പിന്നെ എന്തോ അറിയത്തില്ല. പക്ഷെ എന്തോ എൻ്റെ മൂത്ത മോനാണ്, രണ്ടാമത്തത് ഇത്, പിന്നെ എൻ്റെ 2 മക്കള്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം പോലും ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ അവർ രണ്ടിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ സ്വയം അങ്ങ് അമ്മയാവും. സതീഷ് കുറച്ച് സ്നേഹം തുടങ്ങിയതേ ഉള്ളൂ. സതീഷ് എനിക്ക് ഇഷ്ടമാണ്, പാവം. അവൻ്റെ കൂടെ ഞാൻ 2-3 വീഡിയോയെ ചെയ്തിട്ടുള്ളൂ. സതീഷ് എന്ന അമ്മയെ വീഡിയോ ചെയ്യാൻ വിളിക്കാത്തേ? അല്ല, ഞാൻ വേറെ ഒന്നുമില്ല, ഈ നാട്ടുകാരനല്ല, ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നയാ. അപ്പം വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം 10-20 കിലോമീറ്റർ വരും. ഈ 3-4 ചാനൽ നിങ്ങൾ എല്ലാവരും കൂടെ എങ്ങനെ ഒരുമിച്ചായേ? അത് സംഭവം അത് ലോങ് സ്റ്റോറിയാ. അല്ല, വിഷ്ണുവായിട്ട് ഞാൻ ഒരുമിച്ച എൻ്റെ കൂടെ പഠിച്ച PG വിഷ്ണു കൂടെ പഠിച്ചതാ. MSc പഠിച്ച. ഞങ്ങൾക്ക് ഇതിന് മുന്നേ എൻ്റെ ചാനൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് ഇപ്പം കണ്ടിന്യൂസ്ലി വേറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്.
ഞാൻ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവർ വേറെ കാര്യത്തിലോട്ടൊക്കെ ഇൻവോൾവ് ആയപ്പോഴത്തേക്ക് ഞാൻ സതീഷിൻ്റെ കൂടെ PG പഠിക്കാൻ പോയപ്പോഴാണ് സതീഷിനെ മീറ്റ് ചെയ്യുന്നത്. സതീഷുമായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങി. പിന്നെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യമുള്ള. അപ്പോൾ അജീഷൻ അന്ന് വേറെ ഫീൽഡിലാണ്, വേറെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയായിട്ടൊക്കെ നിന്നതാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് അജീഷനായിട്ട് ചെയ്യും. അജീഷൻ എപ്പോഴും ഫ്രീ അല്ലായിരുന്നു. അന്നേരം അതിന് ശേഷം അവിടെ കുറേ അവിടെ ഉള്ള ആൾക്കാരൊക്കെ കുറച്ച് ഫേമസ് ആണ്, നിങ്ങൾക്കറിയാം പേര് പറഞ്ഞാൽ. അത് വീഡിയോയിലുള്ളവർക്ക് ആൾക്കാരായിരുന്നു മനസ്സിലാവും. അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ട്, എല്ലാവരും ഫേമസ് ആയി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടൈമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് വരുന്നത്. ഇപ്പോൾ സതീഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണക്ക്. ഞാൻ അങ്ങോട്ട് 1.5 വർഷം 2 വർഷത്തോളം കണ്ടിന്യൂസ്ലി രാവിലെ പോവുക, അവിടെ ചെല്ലുക, ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കുക, വൈകിട്ട് വരിക, രാവിലെ പോവുക, വൈകിട്ട് വരിക, വീഡിയോ എടുക്കാനായിട്ട് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഇപ്പോൾ എൻ്റെ വീഡിയോ അല്ലെന്നുണ്ടെങ്കിലും അവരെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കും. മീൻസ് ഒരു വീട്ടിൽ ചെന്നാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ അവിടെ ചെന്ന് നിൽക്കും. ഇപ്പം അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിൽക്കുക. എന്നിട്ട് വൈകിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു 11 മണി 12 മണിയൊക്കെ ആവും രാത്രിയിൽ. ആ സമയം കാരണം എല്ലാം കൂടെ എടുത്ത് തീരുമ്പോഴത്തേക്ക് ആ സമയമായിരിക്കും. കുറച്ച് ടൈമായപ്പോൾ എല്ലാവരും നല്ല ഫെയിം എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും ടൈം ഇല്ലാതായി, മനസ്സിലായി, അങ്ങോട്ടും ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മുടെ ഈ നാട്ടിലോട്ട് വന്നിട്ട് ഇവിടെ ഉള്ളവരെ വെച്ച് ഇന്ദു ചേച്ചി, അങ്ങനെയാണ് ഇന്ദു ചേച്ചി കൊണ്ട് എൻ്റെ ബന്ധുവാണ്, ഞങ്ങളുടെ ബന്ധുവാണ്. അന്നേരം ഞാൻ ചെന്ന് ചോദിച്ച് വീഡിയോ ചെയ്യുന്ന താല്പര്യമുണ്ട്. ഞാൻ അങ്ങനെ എനിക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി, ജസ്റ്റ് ചെയ്യാമോ, ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടോ, ഫ്രീ ആണോ എങ്കിൽ നമുക്ക് വീഡിയോക്ക് എത്താൻ പറ്റും. അല്ലാതെ എനിക്ക് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആൾ വേണമെന്നൊന്നുമില്ല. ആരെങ്കിലും കിട്ടുക അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ടോട്ടലി ഇരിക്കുന്ന നമ്മുടെ കോൺസെപ്റ്റിനകത്ത് അത് പക്കയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആര് ചെയ്താലും കുഴപ്പമില്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്കറിയാമല്ലേ, ഇപ്പം പേരെന്താ ചോദിക്കാൻ മറന്നുപോയി കേട്ടോ. ആമി. ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാനിപ്പോൾ ലേറ്റായിട്ട് വന്നത് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ആമി എടുത്ത് ചോദിക്കുക ഈ റോള് ചെയ്യാൻ താല്പര്യമുണ്ട്. ചെയ്യുന്നത് കുഴപ്പമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഒരു ഡയറക്ടറിൻ്റെ ഇരിക്കും എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നുള്ളത്, നമ്മളെങ്ങോട്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ അജീഷണ്ണ ഓൾറെഡി ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം അജീഷണ്ണ വീഡിയോ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ മാരീഡ് ആയിട്ടില്ല, ഗോപികയില്ല. അപ്പോൾ ഞാൻ പിന്നെ എന്തോ ചെയ്തു, സതീഷ് അവിടെ തന്നെ നിൽക്കുന്നത് അവൻ്റെ അവിടുത്തെ ഫ്രണ്ട്സുമായിട്ടൊക്കെ. പിന്നെ ഇന്ദു ചേച്ചി വിളിച്ചു, എന്തൊരു അമ്മ റോളുണ്ട്, ചേട്ടൻ റോളുണ്ട്, പിന്നെ ഞാനുണ്ട്, പിന്നെ ഇപ്പുറത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് വീഡിയോ പോകും. അങ്ങനെ തിരിച്ച് ഇത് കണക്കായി. സതീഷ് അന്നേരം പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. അവിടെയും സതീഷിനോട് പറ്റുന്നില്ല, അവിടെ ആരും സമയമില്ല. അല്ല, അത് സംഭവമേ അത് നമ്മളൊരു കംഫർട്ട് സോണിൽ ഇപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന, അത് ഞാൻ ഒരു പഠിച്ചൊരു പാഠം. ഈ ഫീൽഡിൽ നിൽക്കുന്നവരെ കൂടെ നമുക്ക് അത് മുന്നോട്ട് തുടരാൻ പറ്റും. വേറെ ഇപ്പം എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വിളിച്ച് ഞാൻ വന്നു കഴിഞ്ഞാൽ അവരെ ടൈം സ്പെൻഡ് ചെയ്തവർ എൻ്റെ അടുത്ത് വന്ന് കൂടെ നിൽക്കും. വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ വർക്കിൽ നിൽക്കുന്നവർ അവർ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുവാന്ന് പറയത്തില്ല, എന്തെങ്കിലും കള്ളം പറയും. അപ്പോൾ അത് അവർക്ക് ബുദ്ധിമുട്ടല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനത് കുറേ ഇങ്ങനെ ആയി ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു, അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത. ഈ കൂട്ടത്തിൽ ഇനി കല്യാണം കഴിക്കാതായിട്ട് 2 പേരല്ലേ ഉള്ളൂ? 2 നല്ല ആഗ്രഹം ഉണ്ടല്ലോ അതുകൂടി കേട്ടാൻ. സമ്മതിക്കാന്ന് ഗോപിക സമ്മതിച്ച് കഴിഞ്ഞൊരു കല്യാണത്തിന് തയ്യാറാവും? ഇല്ല, ഗോപിയെ സമ്മതിച്ച ഒരു കല്യാണത്തിനല്ല, ഇനി ഒരു കല്യാണത്തിന് തയ്യാറാവും. ഒന്നിന്റെ സഹിക്കാൻ വയ്യെന്ന്. അല്ല, ഇത് വേറെ വൈബ, കുടുംബജീവിതം വേറെ രസം. അത് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്ന് കിട്ടിയത്, അത് കുഴപ്പമില്ല. അവസാനം പെണ്ണെണ്ണപ്പം പെണ്ണെന്താ എനിക്കറിയാം അവിടെ പോകുമ്പോൾ ഇതല്ലേ പറയാൻ പോകുന്നത്. അങ്ങനെ ഇവിടെ കാണാൻ പോയത്. ചോദ്യത്തിന് കൊച്ചിറങ്ങി വരുന്നു. നമ്മുടെ വീഡിയോസിലെ മെയിൻ നടിയാണല്ലേ? എങ്ങനെ ഇവരുടെ കൂടെ എത്തിയത്? എങ്ങനെയാ? എന്നോടാണോ അറിയത്തില്ല. എങ്ങനെയോ വന്ന് ചേർന്നു? എങ്ങനെയായിരുന്നു? വിഷ്ണുവിൻ്റെ വീഡിയോക്കകത്ത് ഫസ്റ്റ് വന്ന് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ആളിപ്പോൾ ഇല്ല, മരിച്ചുപോയി. ആളുടെ ബർത്ത്ഡേക്ക് വിഷ്ണുവിനെ ക്യാമറ ആയിട്ട് വന്നേ. അപ്പം എന്നോട് ചോദിച്ചിട്ട് വീഡിയോക്കകത്ത് അഭിനയിക്കാവോ? അങ്ങനെ അങ്ങ് അഭിനയിച്ചു. പിന്നെ അപ്പം സതീഷ് ചേട്ടനും വന്ന്. അപ്പം ഇങ്ങേറെ പേര് ജാടയായിരുന്നു. അത് ഞാൻ പറയട്ടെ, ഇവിടെ അടുത്ത് ഫോളോ ബാക്ക് ചെയ്യാൻ പറയുമ്പോൾ ചെയ്തില്ല. ഇവള് പറഞ്ഞ 10K ഇവള് പറയാം, എന്നിട്ട് പറയാ എനിക്ക് 10K ഉണ്ട്, ഇയാൾക്ക് 10K പോലും ഇല്ലല്ലോ എന്ന്. ഇവന്റെ ഒരു ലോട്ടറി വീഡിയോ കയറി എന്ന് പറഞ്ഞിട്ട് ഇവനാണ് എന്നെ ഫോളോ ചെയ്യാതിരുന്നത്. അന്നേരം ഞാൻ പെണ്ണുങ്ങളെ ഒന്നും ഫോളോ ചെയ്യാറില്ല എന്ന് ഇവനാണ് എന്നോട് പറഞ്ഞത്. ഒരു ലോഡ് പെമ്പിള്ളേരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഫുള്ള് പെമ്പിള്ളേർക്ക് ഇരുന്ന് പാട്ട് പാടി കൊടുക്കുക, രാത്രി ഇരുന്ന് കഥ പറഞ്ഞു കൊടുക്കുക. സീരിയസ്ലി അത് പറയട്ടെ, അങ്ങനെ കൊണ്ടുവന്നാ വിളിക്കുന്നത്. കുണ്ടു. എന്റെ പൊന്നെ, ഞാൻ കാര്യം പറയട്ടെ, പക്ഷേ ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. സതീഷിന് ലവ് ഒന്നുമില്ല? ഒരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നു. ഇപ്പൊ
സീരിയസ് ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അത് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു കൊച്ചുണ്ട്. സീരിയസ് ആയിരുന്നു. മറ്റേ സിനിമയൊക്കെ പോലെ ഉണ്ടല്ലോ, യൂട്യൂബിൽ ഷോർട്സ് എടുത്തില്ലേ സീരീസ്, അതുപോലെ സീരീസ് ആയിരുന്നു. നിലവിളി കരച്ചിലും കിടത്തും പോയി പെണ്ണ് പേര് എന്തുവാ? സതീഷ് ആത്മാർത്ഥമായിട്ടായിരുന്നു. അല്ല, രണ്ടുപേരും ആത്മാർത്ഥമായിട്ടായിരുന്നു. അത് പോവാൻ കാരണമുണ്ട്, നല്ല കാരണമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വേണ്ടാന്ന് വെച്ചു, ശരിയാവത്തില്ല, വലിയ നല്ല പ്രശ്നമാവുന്നു. ജാതിയുടെ ഒക്കെ ഇത് പറഞ്ഞു. ഇപ്പൊ പുതിയതായിട്ട് വേറെ വേണ്ട, ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണേ റിലേഷൻ കിട്ടും. അല്ല അതിന്റെ അവസരം ഉണ്ടാക്കി കൊടുക്കണം. വീഡിയോ ഒക്കെ ചെയ്തൊന്ന് രക്ഷപ്പെടണമെന്നുള്ള മൈൻഡായി. അങ്ങനെ ഒരാൾ വന്നാലോ, അത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നാലോ? ചിരിച്ചാ മതി. നോക്കി ഒന്ന് ചിരിച്ചാൽ എന്തിനാ വരുന്നേ? രണ്ട് പെങ്ങന്മാരുണ്ട്, കെട്ടിച്ചുവിടാൻ രണ്ട് അവരെയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം. അതിന് ഒരു ലവ് സൈഡ് വെച്ചെന്ന് പറഞ്ഞു. ഇല്ല വേണ്ട ഇപ്പോഴും വേണ്ട. പ്രാരാബ്ദം ഇവനല്ല. എനിക്ക് വന്ന് നോക്കാം. ചിരിച്ചാ ഇല്ല, ഇപ്പൊ പോകുന്നവരെ ടൈമില്ല. സിംഗിൾ ആയെന്ന് പറഞ്ഞ കാര്യമില്ല, എനിക്ക് സമയമില്ല. ഒരു ലോഡ് സെറ്റപ്പ് ഉണ്ട്, എല്ലാവർക്കും മെസ്സേജ് അയക്കണം, അതിന്റെ ഇടയ്ക്ക് റിലേഷൻ കൊണ്ടുപോകാനുള്ള സമയമില്ല ചേട്ടൻ. ആദ്യമേ ഭീമയ്ക്ക് ഭയങ്കര പേടിയാണ് സതീഷിനെ. എല്ലാം വിളമ്പരുത് നിങ്ങള്. ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ വിഷ്ണുനാട്ടന് വീഡിയോ എടുക്കാൻ വന്നു. സതീഷിന് എന്നോട് ക്രഷ്, കല്യാണം കഴിഞ്ഞെന്ന് അറിയില്ല. സതീഷിന് എന്നോട് ക്രഷ് ആയിരുന്നു. പക്ഷെ ആ നോട്ടം ക്രഷിന്റെ നോട്ടം അല്ലായിരുന്നു. ആ നോട്ടം എനിക്ക് പറയാൻ പേടിയായിരുന്നു. ഞാൻ സതീഷിന്റെ അടുത്ത് വരുമ്പോൾ വിഷ്ണുവിനെ ഇങ്ങനെ പിടിക്കും. എന്നിട്ട് സതീഷനെ എപ്പോഴും റൊമാൻസ് ഉള്ള വീഡിയോ ഞാൻ അഭിനയിക്കണം. ഞാൻ വിഷ്ണുവിൻ്റെ കൂടെയാണ് പോകുന്നത്. എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി റൊമാൻസ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യില്ല. ആ വീഡിയോ അതൊന്നും പോസ്റ്റ് ചെയ്യില്ല. ആ എല്ലാ ദിവസവും എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കണം, ഞാനോട്ടുള്ള ഫോട്ടോ സ്റ്റോറി, അത് ഇത്. എന്റെ അടുത്തുള്ള ക്രഷ് കൂടി അവസാനം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ക്രഷ് നിക്കുന്നില്ല. കുഞ്ഞായിട്ട് ഇതുവരെ നിന്നിട്ടില്ല ക്രഷ്. അതാ സതീഷനെ വേറെ നോക്കാത്ത. സതീഷനെ അതാ വേറെ പെണ്ണുങ്ങളെ നോക്കാത്ത. മറുപടി എന്തോ പറയാ? എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞെന്നാ അറിഞ്ഞപ്പോ ഞാൻ വിട്ടു. അവന്നിട്ടും വിട്ടില്ല. അറിഞ്ഞിട്ട് വിട്ടോ വിഷ്ണു ഇല്ലെന്നാ തോന്നുന്നേ. വിട്ടില്ല, എന്നെ വിട്ടില്ല, വിടാതെ പിന്തുണക്കും. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റിലേഷൻ വന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ സമയത്ത് സതീശൻ എന്നെ കാണുമ്പോൾ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള സ്നേഹവും ഇല്ല, ഒന്നുമില്ല, ഫുൾ ആറ്റിറ്റ്യൂഡും. എന്നെ അങ്ങ് പെങ്ങളാക്കി. എന്ന് അത് ബ്രേക്കപ്പായി ആ പെണ്ണ് വേറെ കെട്ടിയ പിന്നെ ആ പെങ്ങള് മാറി. പിന്നെ ഭയങ്കര നോട്ടവും ചിരിയും സെൽഫി എടുപ്പും മെസ്സേജും. അങ്ങനെയല്ല ഞാൻ ഇവക്ക് കൊച്ചായി. ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തു. അതിനുശേഷം കൊച്ചായിട്ട് എനിക്ക് മൈൻഡിൽ കിടന്നു, കുഞ്ഞിനെ കാണാൻ പോയല്ലോ എന്ന്. അങ്ങനെ പോയതാ. കാണുന്നില്ല. അതില്ല, വികാരമില്ല. ഞാനുണ്ടല്ലോ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ പറയാം നമുക്ക് കുറച്ച് റൊമാൻസ് സീൻ എടുക്കണം പറയാം. അപ്പൊ ഞാൻ പറയാം വിഷ്ണുണ്ണ റൊമാൻസ് സീൻ തോളിലൊക്കെ കയയിട്ട് ആൾക്കാർ കാണുമ്പോൾ ഒരു വിഷ്ണുണ്ണ അടുത്ത് നിന്നിട്ട് ഇതല്ല റൊമാൻസ് വരത്തില്ല. ആള് ഫുള്ളി ഇമോഷണൽ ആണ്. അത് ഞാൻ പറയട്ടെ, റൊമാൻസ് ഉണ്ട്, ചെറുതായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവൻ അത് വീഡിയോയിൽ ആഡ് ചെയ്തില്ല, ഡയറക്റ്റ് കണ്ടന്റിലോട്ട് പോകും. ഞാൻ അത് പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ പ്രപ്പോസ് ചെയ്യുന്നില്ല. ഒന്നാമത് എനിക്ക് ചീത്തപ്പേര്. എന്റെ വീഡിയോയുടെ അടി വിഷ്ണു നിന്റെ ആരാ, ഹസ്ബൻഡ് ആണോ, നിന്റെ ഭർത്താവ് ഏത്, കൊച്ചിന്റെ അച്ഛൻ ഏത്, ഫുൾ ഇങ്ങനത്തെ കമന്റ്. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇരുന്നപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിനകത്തോട്ട് പോകുമ്പോൾ ഉമ്മ അടുത്തിട്ട് വിഷ്ണു ചേട്ടൻ വന്നില്ലേ? അപ്പൊ ഞങ്ങളുടെ ഉമ്മ ഇല്ല, എൻ്റെ ഹസ്ബൻഡ് വന്നില്ലേന്ന് എല്ലാവരും ചോദിക്കുന്നു. ഒരു ദിവസം ചേട്ടടുത്ത് വന്നിട്ട് ചോദിക്കുക, ഭീം ഗേളിൻ്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ, വിഷ്ണു ചേട്ടൻ വന്നില്ലേ? അപ്പോൾ ചേട്ടൻ വന്നില്ല. വിഷ്ണു ചേട്ടൻ ആരാ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുക, അല്ല ഭീം ഗേളിൻ്റെ ഹസ്ബൻഡ് അല്ലേ വിഷ്ണു ചേട്ടൻ? അപ്പോൾ ചേട്ടൻ ഞാൻ എന്താ പൊട്ടനാ, ഞാൻ എന്താ പൊട്ടനാ? എല്ലാവരും എൻ്റെ ഹസ്ബൻഡ് ആക്കി വെച്ചേക്കാണ്. അത് നിങ്ങളെങ്കിലും മാറ്റി തിരുത്തി തരണം. അല്ല ഗൈസ്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഹസ്ബൻഡ് എൻ്റെ വീഡിയോക്കകത്തും ഉണ്ട്. ഹസ്ബൻഡിന്റെ കാര്യം പറയണം. ഹസ്ബൻഡ് പുള്ളിക്കാരനെ നമ്മൾ എടുത്തു പറയണം. നല്ല കട്ട അവളുടെ
അവളുടെ വൈബിന് ഒത്തങ്ങ് എല്ലാത്തിനും ഇവള് വീട്ടിലെ ജോലി ഉൾപ്പെടെ വീഡിയോ ഇപ്പൊ ഞങ്ങൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഷൂട്ടിന് പോകുമ്പോഴല്ല വീട്ടിലെ എല്ലാ ജോലിയും മണികണ്ഠൻ ചെയ്തോളൂ. ഇവള് തൊടത്തില്ല, പരിസരത്തോട്ട് പോകത്തില്ല, പാവം. ചേച്ചി പറഞ്ഞു കൊടുക്കുക എന്താണ് ഈ കുടുംബജീവിതം എങ്ങനെ നോക്കണം, പിള്ളേർക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇവര് കേൾക്കൂ? കേൾക്കണം, പിന്നെ ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർ കേൾക്കണം. അപ്പൊ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെയാന്ന് അവര് കെട്ടുന്നേ അല്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അമ്മ വേറെ, പിള്ളേരുടെ ജീവിതം വേറെ. ഇപ്പൊ അങ്ങനെ നമ്മൾ പറയുന്നൊന്നും കേൾക്കത്തില്ല. ഒരു തമിഴ്നാട്ടുകാരനാണ് സതീഷ്. ഞങ്ങള് ജനിച്ചേക്ക് ഇവിടെ, അച്ഛനും ഉമ്മയും ഇവിടെ സെറ്റിൽ. തമിഴ് സംസാരിക്കാൻ അറിയോ? അപ്പോ രണ്ട് വാർത്ത പേസ് என்ன பேச தமிழ்ல பேசலாம். ഇവിടെയും തമിഴ് അറിയാം. തമിഴിൽ പോസ്റ്റ് പண்றாங்களா? നീ എന്നെ കാതൽ அதெல்லாம் எல்லாருக்கும் தெரியுமே. உன்னை பார்த்ததுல இருந்து ஒரு க்ரஷ். എന്നെ കൂടെ നാണം കെടുത്തല്ലേടാ. പേരെന്തായിരുന്നു? നീ എന്നെ ഇഷ്ടപ്പെടുന്നത് ചോദിക്കേ. നീ എന്നെ കാതലിക്കറെന്നെങ്കിലും ചോദിക്കും. பார்த்ததுல இருந்து ஒரு க்ரஷ். காதலிக்கிறியா? വണ്ടിക്ക് പോയിട്ടില്ല. ഇതിനെക്കാട്ടി നല്ലോണം പ്രപ്പോസ് ചെയ്തത്. ഡേയ് പ്രപ്പോസ് ചെയ്യാനൊന്നും അറിയത്തില്ലേ തമിഴില്? വിഷ്ണുവിന് റിലേഷൻ ഒന്നുമില്ല. ഒരെണ്ണം ഉണ്ട്. പെമ്പിളാണെങ്കിൽ മെസ്സേജ് അയക്കരുത്, ഒരു റിലേഷൻ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കല്യാണം കാണും, ഇല്ലേ ഞങ്ങൾ നടത്തും. എന്റെ തലയിൽ ബാധ്യത ഒഴിഞ്ഞു പോകണം. കെട്ടിയിട്ട് വേണം ജീവിക്കണം. അല്ല ഈയെണ്ണം കെട്ടിയിട്ട് വേണം ആ ചീത്തപ്പേരൊന്ന് മാറിക്കിട്ട്. എന്റെ ഭർത്താവിനുള്ള ചീത്തപ്പേര്. ഇന്ദു ചേച്ചിക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചിന്തി ചേച്ചിക്ക് റിലേഷൻ ഉണ്ടോ ചോദിക്കാൻ വേണ്ടി ഭർത്താവും 2 കുഞ്ഞുങ്ങള്. അവരൊക്കെ വീഡിയോ ചെയ്യുമ്പോ എന്താ പറയുന്നേ? ഇല്ല, ഭർത്താവ് നല്ല സപ്പോർട്ടാണ്. കുഴപ്പമില്ല, അഭിനയിക്കുന്നതിന് പ്രത്യേകിച്ച് വഴക്കോ അങ്ങനൊന്നും പറയാറില്ല. അഭിനയിച്ചോണ്ട് അത് പറയുന്നത് എങ്ങനെയാണെന്നോ, പുള്ളിക്കാരനാണെങ്കിൽ വിശപ്പ് സഹിക്കത്തില്ല. പിന്നെ കിടന്ന് നമ്മൾ ഉറങ്ങുമല്ലോ, അപ്പോഴേ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശല്യപ്പെടുത്തിയോ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ദേഷ്യം. 1 മണി കഴിയുമ്പോൾ ആഹാരം കിട്ടണം. 1:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ പറയുന്നതെന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ 2 മക്കള്, മൂത്ത മോന് ഇനി 9-ലോട്ട്, ഇളയാൾ ഇനി 5-ലോട്ട്. അവർക്കൊക്കെ ഇഷ്ടമാണോ വീഡിയോ? അല്ലല്ല, അവരൊക്കെ മക്കൾമാര് നല്ല സപ്പോർട്ടാ, ഹസ്ബൻഡ് സപ്പോർട്ടാ, പെങ്ങന്മാര് ആർക്കും ഒരു കുഴപ്പമൊന്നുമില്ല. മക്കളുമാര് അഭിനയിക്കുന്നുണ്ടല്ലോ, 2 പേരും. പിന്നെ ചെറിയ ചെറിയ വീഡിയോകളിലൊക്കെ അഭിനയിച്ചു. ഇവരൊക്കെ കൊച്ചുനാളൊക്കെ. മൂത്ത മകൻ സായന്തും 2ാമത്തെ മകൻ സ്വാരസും. സതീഷിന് കൃഷിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ? അജീഷന്റെ കൂടെ കൂടി അല്ലല്ല, അജീഷണ്ണേ ഭയങ്കര സ്റ്റാമിനയാ. അത് നമ്മൾ എടുത്തു പറയണം. പിന്നെ അത് ഞാൻ അത് പറയും, ഭയങ്കര സ്റ്റാമിന. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജീഷണ്ണാണെങ്കിൽ വെളുപ്പിനെ എണ്ണിക്കും. 5 മണിക്ക് എണ്ണീച്ച് ഫുള്ള് പണിയാ ഇവിടെ. പിന്നെ ഇന്നലെ തന്നെ അവിടെ ആ ചീരയുടെ സംഭവം ചെയ്ത് നല്ല രീതി കുനിഞ്ഞ് തന്നെ നിന്ന് തന്നെ മീൻസ് കണ്ട ഞാൻ എന്തോ പറഞ്ഞു. ഫോക്കസ് അല്ല, അങ്ങനെ നിന്ന് ഇതായി ഫുള്ള് വിയർത്ത് അങ്ങനെ പണിയെടുക്കുന്നേ. അപ്പൊ അതുപോലെ എനിക്കും ഇഷ്ടമാ പണിയെടുക്കുന്ന. കൃഷി സതീഷിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഒരു പേരയ്ക്ക വിറ്റാൻ പറഞ്ഞപ്പോ അവര് വയ്യ. എങ്ങനെ നിൽക്കും? അത് പേരയ്ക്ക് നോവിക്കണ്ടെന്നും പറഞ്ഞ മനസ്സിലാക്കി. അങ്ങനെയൊന്നുമില്ല. കാണുമ്പോൾ രസമില്ല എല്ലാവർക്കും. കൃഷി എന്ന് വെച്ചാൽ എന്ത് രസമാണ്. ആ രസമാണ് 2 വെയിൽ. പിന്നെ നമ്മൾ ഈ മൃഗങ്ങളൊക്കെ അടിച്ച് പിന്നെ മൃഗങ്ങളെയൊക്കെ വളർത്തുമ്പോൾ അജീഷന് എവിടെയെങ്കിലും അജീഷന് പോകാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഞാനായാലും ഞങ്ങളെ വീട്ടില് സ്ഥലമില്ലാത്തോണ്ടാ എനിക്ക് ഇതണക്ക് ആടിനെയും അതിനെയൊക്കെ വളർത്തണമെന്നൊക്കെ ഉണ്ട്. ഞാൻ പുറത്ത് പോയി ആട്ടി മേടിച്ച് വെക്കും. അവരച്ഛൻ നോക്കൂതല്ല. അച്ഛൻ 3 മക്കളെ നോക്കണം, ആ സാധനങ്ങളെല്ലാം നോക്കണം. ഇവനെ നോക്കുന്ന ഏറ്റവും വലിയ പാട്. മറ്റേ പിള്ളേര് പഠിച്ച് പോയി 27-28 വയസ്സായി ഇപ്പോഴും ഫുഡ് കൊടുക്കുന്ന അച്ഛനാ. സതീശേ ഇവൻ 26, എനിക്ക് 27, 1 വയസ്സ് ഡിഫറൻസേ ഉള്ളു. ചുമ്മാ പറയുന്നത്.
എൻ്റെ അടുത്ത് ഇറന്ന് പറയുന്നത് നീ കെട്ടാ, അതിന് പിന്നെ എനിക്ക് കെട്ടാൻ പറ്റത്തില്ല. എന്നിട്ട് വേണം അവന്റെ അച്ഛൻ അവന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഞാൻ ആകെ ഉറങ്ങാനാ അവിടെ കയറുന്നത്, അതും ഇല്ലാതാവും. അതാ ഉറങ്ങാൻ അവിടെ കയറുന്നത്. ഇപ്പൊ മനസ്സിലായോ? കൃഷി ചെയ്യുന്നവനാ പറഞ്ഞത് ഉറങ്ങാൻ അവിടെ കയറുന്നതെന്ന്. വിഷ്ണു അണ്ണൻ്റെതായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു കാര്യമില്ലാതെ അങ്ങ് ദേഷ്യപ്പെടും. എന്തുവാന്നുണ്ടോ? അണ്ണൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കുടുംബത്തിന്റെ ഒരു ഭാരം മൊത്തം ഇങ്ങനെ തലയില്ല. ആ കാര്യത്തില് വിഷ്ണു അണ്ണ സമ്മതിക്കണം. ഒരു ആൺപിള്ളേർ ഇങ്ങനെ അത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു പ്രായത്തില് വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടും അത് മാത്രം ഇത് പറയാറ്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഹസ്ബൻഡ് ആയാലും ഇപ്പോഴും കളിച്ചിരിച്ചെടുത്തൊരു ഇത് വന്നിട്ടില്ല ആക്ക്. വിഷ്ണുവാണെന്ന് വെച്ചാൽ ഇപ്പോഴേ അങ്ങനെ ഫണ്ടൊന്നും ചെലവാക്കത്തില്ല. എല്ലാം മിച്ചം പിടിച്ച് ഫുൾ ബാങ്കിലെ ലോണ് കാര്യങ്ങള്, അച്ഛൻ അമ്മ ഹോസ്പിറ്റല്. ഞാൻ എപ്പോ വിളിക്കുമ്പോഴും അങ്ങനെ. ആ ഒരു കാര്യത്തിൽ മാത്രം വെച്ച് നല്ലതാ, ആ ഒരു കാര്യത്തിൽ മാത്രം. അല്ല, അതാണ് ഏറ്റവും വലിയ കാര്യം. 21-ാമത്തെ വയസ്സിൽ ഒരു വീടിന്റെ ഭാരം മൊത്തം അവൻ തലയിൽ ചുമന്നതാണ്. ഇപ്പോഴും അവന്റെ ഒരു കൺട്രോളിലാണ് ആ വീട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ അതിനെ സമ്മതിക്കണം. സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അല്ലെ നമുക്ക് ചിന്തിച്ചൂടെ? അവൻ പഠിക്കുന്ന പ്രായത്തിലായാലും ഈ വീഡിയോസൊക്കെ ചെയ്താണ് ആ വീട് മുന്നോട്ട് അവൻ കൊണ്ടുപോകുന്നത്. അനിയൻ്റെ പഠിത്തം, അച്ഛൻ്റെ ചികിത്സ, അമ്മയുടെ ചികിത്സ, എല്ലാ കാര്യത്തിലും നാട്ടിൽ വരുന്ന കാര്യങ്ങൾ മൊത്തവും അവൻ്റെ ഒരു വരുമാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിൽ മുൻപന്തിയിൽ വിഷ്ണു പോർക്കുളം തന്നെ. സത്യം അല്ല, അത് നമ്മള് നമ്മളെപ്പോഴും കാണാത്ത ഒരു കാര്യമാണത്. എന്ത് കാര്യം അല്ലെ, ഒരു വീട്ടിലെ ചെലവ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കുട്ടികളായതുകൊണ്ട് ചിലപ്പോൾ അറിയത്തില്ല. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒരു വീട്ടിൽ ഇപ്പം 500 രൂപ കൊണ്ട് നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ ചെന്നാൽ ഒന്നുമില്ല. അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കും. ഒരു ഹോസ്പിറ്റൽ ചിലവ് കൂടെ ഒക്കെ ആകുമ്പം ഈ 24-25 വയസ്സോടെ ഒരു പയ്യ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കാര്യം പറയുന്നത് എനിക്ക് ഇതൊന്നും നമുക്ക് നോർമലി ഉള്ള ചിലവൊക്കെ. ഇത് നമ്മളെ കുറേ ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. കുറേ കടങ്ങൾ വരുത്തി വെച്ച് പറ്റിച്ചുകൊണ്ട് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ച മലയാളത്തിൽ പറയാം, ചോണ്ടുപോയി ഇല്ലേ, ആ രീതിയിൽ പറയാം. ഇഷ്ടംപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-60 ലക്ഷം രൂപ അടുപ്പിച്ച് ആൾക്കാർ പറ്റിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിലാണ് ഈ പ്രശ്നമെല്ലാം വന്നത്. സത്യം പറഞ്ഞാൽ അച്ഛൻ അത്രയ്ക്ക് നേരം മനുഷ്യനായതുകൊണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ വീടൊക്കെ നല്ല അടിപൊളി വീടുകൾ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അച്ഛൻ വെച്ച് നമുക്കിപ്പോൾ ഒരു പഞ്ചായത്തിന് ഇത്രയും വീടുകൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അച്ഛൻ വെച്ച് വീട് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും. അത്ര ഭംഗിയായിട്ടാണ് അവർ ചെയ്തു കൊടുത്തത്. അവർ പറയും ഞങ്ങളൊരു 10-50,000 രൂപ തരാം, അതിനകത്ത് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് തരാം. അവസാനം അവർ പൈസ എടുത്തതുമില്ല. പഞ്ചായത്തിൽ നിന്നിട്ട് പൈസ കിട്ടി എന്നുള്ള കിട്ടിയേ ചെയ്ത് അങ്ങനെ ഇഷ്ടംപോലെ വീട് വെച്ച് കൊടുത്തതിനകത്തൊക്കെ കടമായി കയ്യിൽ നിന്ന് ഇറക്കി. കോൺട്രാക്ടറായിരുന്നു അച്ഛൻ. അപ്പം അങ്ങനെ ഇഷ്ടംപോലെ കടങ്ങളും കയറി. ഇഷ്ടംപോലെ ആൾക്കാർ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ വരെ പറ്റിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ അവിടെ വീട്ടിൽ മൈക്കാട് പണിക്ക് നിന്നിട്ടുണ്ട്. അവർ ചോദിക്കും നീ എന്തിനാ വന്ന് നിൽക്കുന്നത്? വേറെ ഒന്നുമല്ല, അത്രയും പൈസ കുറഞ്ഞു കിട്ടുമെന്ന് എനിക്ക് മൈൻഡിലറിയാം എന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവർ എന്നെ 3-4 ലക്ഷം രൂപ തരാറുണ്ട്. എൻ്റെ കൺമുന്നിൽ അച്ഛനങ്ങനെ പ്രഷർ കൂട്ടിയിട്ടാണ് സ്ട്രോക്ക് വന്നത്. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്യണമെന്നുള്ള എനിക്കൊരിത് വന്നത്. അല്ലാതെ വേറൊരു കുട്ടി അല്ലാത്തവർക്ക് അങ്ങനെ തോന്നത്തില്ല. കാരണം ഇത് അച്ഛൻ്റെ കയ്യിലെ തെറ്റല്ല, അമ്മയുടെ കയ്യിലെ തെറ്റല്ല. തെറ്റ് കാണിച്ചവരെല്ലാം നാട്ടുകാരാണ്. അവരെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർ ബന്ധുക്കളാണ് ശത്രുക്കളെന്ന് പറയത്തില്ല, ബന്ധുക്കളാണ് കൂടി ശത്രുക്കൾ. നമുക്ക് തിരിച്ചാ ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം ആരുമില്ല. ഇപ്പോൾ ഇന്ദു ചേച്ചി ആണെങ്കിൽ പോലും ഇഷ്ടംപോലെ പൈസ കടങ്ങളിൽ നിന്ന് സഹായിച്ചിട്ടുണ്ട് അച്ഛനെ. ഇപ്പം അജീഷൻ്റെ കാര്യമാണെങ്കിൽ എനിക്കെപ്പോഴും അങ്ങോട്ട് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്താൽ പറ്റത്തില്ല പൈസക്കകത്ത്. അപ്പോൾ അജീഷൻ്റെ തല്ല് ചോദിക്കും, ഇവരടുത്ത് ചോദിച്ച് കടം മേടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ പോകുന്നത്. ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബ് ഉണ്ട്, വരുമാനം വരും. എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ചേട്ടാ നാളെ കോളേജ് ഫീസ് അടയ്ക്കാൻ 5,000 രൂപ തരാമോ, 5,000 രൂപ കോളേജ് ഫീസ് അടയ്ക്കണം. ഇങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചോദിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ അന്നേരം ബാങ്ക് ബാലൻസ് വെക്കുമ്പോൾ 500 രൂപ പോത്തിന് മേടിച്ച് തരുമെന്ന് 500 രൂപ ആയിരിക്കും കാണുന്നത്. ആ അവസ്ഥയിലാണ് ഇവർ ചോദിക്കുന്നത്. ഇവർ ചോദിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. ഈ വ്ളോഗൊക്കെ ചെയ്യുന്ന നല്ല രീതി എമൗണ്ട് ഉള്ളത് നമ്മളുടെ ഷോർട്സ് ആയതുകൊണ്ട് ചെറിയ റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി പ്രൊമോഷൻ അതുകൊണ്ടാണ് കിടന്നത്. ഈ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ പ്രൊമോഷൻസ് ചെയ്യുന്നത്. അത് ചെറിയ എമൗണ്ടിനാണ് ചെയ്യുന്നത്. എമൗണ്ടിന് വരുവാണെങ്കിൽ തന്നെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ നിൽക്കത്തില്ല. ഈ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല. അവരെന്തോ ചെയ്യും, അവർ പറയും ഇപ്പം എനിക്കിപ്പം ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം, എനിക്കിപ്പോൾ 45,000 രൂപ വേണം, അതിൽ കുറഞ്ഞ് ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവർ അതിന് തന്നെ നിൽക്കും. അല്ലാത്തവരെന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യും, ഇത് കുറച്ചായാലും ചെയ്യാം. കാരണം നമുക്ക് അത്രയും ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പറ്റും, കാര്യങ്ങളെല്ലാം പോകാനും പറ്റും. അതെല്ലാം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ നോക്കുമ്പോൾ യൂട്യൂബിൽ ചിലപ്പം പ്രൊമോഷൻ കാണാം എന്തിൻ്റെ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ബ്രാൻഡ് പ്രൊമോഷൻ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഫേസ് ക്രീമിൻ്റെ ആയിരിക്കാം, പക്ഷേ അതൊക്കെ ഇതിൻ്റെയൊക്കെ ബ്രാൻഡുകൾ മാമർത്ത് അങ്ങനെയുള്ളവർ നല്ല ബ്രാൻഡുകൾ മാത്രമാണ്, ജെന്യൂൻ ആയിട്ടുള്ള ബ്രാൻഡുകളുടെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ അത് ഇടയ്ക്കിടയ്ക്ക് കാണും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഞാനൊന്ന് വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണു. അപ്പോൾ അറിയാലോ ഓൾറെഡി 10-65,000 രൂപ മിനിമം വേണം മന്ത്ലി പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വണ്ടിയിൽ നിന്നൊന്ന് മറിഞ്ഞു വീണു.
വണ്ടിയിൽ നിന്ന് പറഞ്ഞു വിടപ്പോഴത്തേക്ക് കാല് ഫുള്ള് ഫ്രാക്ചറായി, പഴുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ അത് ഇട്ടുകൊണ്ട് പിന്നെ നടന്ന് അങ്ങനെ എന്താ പറയുമ്പോൾ ഞാൻ കയറി ഒരു പ്രൊമോഷൻ ചെയ്തു. അത് എന്നെ വിളിച്ചവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊമോഷനാണ്, അതിനകത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് 2 വീഡിയോ എടുത്ത് അയച്ചെന്നാൽ മാത്രം മതി, ഫണ്ടിങ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ എമൗണ്ട് ഞാനിപ്പോൾ തന്നെ പറയാം, ഒരു 30,000 രൂപ, 2 വീഡിയോ 30,000 രൂപ എൻ്റെ അടുത്ത് പറഞ്ഞ 6 മാസം റൈറ്റ്സ്. ഞാൻ നോക്കിയപ്പോൾ കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞു എന്നോട് പറ്റത്തില്ല, കാലൊക്കെ ഒടിഞ്ഞിരിക്കുക, റൂമിൽ ഇരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൻ എൻ്റെ നിന്ന് വീഡിയോ മേടിച്ചുകൊണ്ട് പോയി. ഞാൻ അതിന് മുന്നേയും റൈറ്റ്സ് കൊടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാട്രിമോണിയുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ ഞാൻ കരുതിയുള്ളൂ. ഇവൻ ആദ്യമായിട്ട് എൻ്റെ നിന്നാണ് മേടിച്ചുകൊണ്ട് ഈ വീഡിയോ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടോ, കേരളം മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും ആ വീഡിയോ പോയി. സൈറ്റിലും വന്ന് എല്ലാ സൈറ്റിലും പറയാൻ കൊള്ളാത്ത സൈറ്റിൽ വരെ അതിന്റെ പരസ്യം ഞാനല്ലേ വിഷ്ണു അണ്ണൻ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല, ഈ പറയാൻ കൊള്ളാത്ത സൈറ്റിൽ ഞാനല്ലേ ഒരു ദിവസം ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പം വിഷ്ണു അണ്ണൻ സ്ക്രീൻഷോട്ട് അയച്ചു തരുവാണെങ്കിൽ ഞാൻ അയച്ചു തരാന്ന് പറഞ്ഞു. കാരണം നമ്മളെ ഐഫോൺ ഞാനാണെങ്കിൽ ഒരു ദിവസം ഇവിടെ വന്നപ്പോ വിഷ്ണു പറഞ്ഞ് എടാ എന്റെ സൂപ്പിയുടെ ഗെയിം പറയാൻ കൊള്ളാത്ത ആ ഗെയിമിന്റെ ആപ്പ് ആ ഒരു വീഡിയോ പറയാൻ കൊള്ളാത്ത സൈറ്റിൽ വരെ വന്നെന്ന് വിഷ്ണു എന്നോട് പറഞ്ഞു. അപ്പോഴത്തെ അത് മാത്രമേ എനിക്കറിയില്ല, ഞാൻ ഇല്ല ഞാൻ കേറിയില്ല, ഞാൻ അത്രക്കാരും ഞെഹി അജീഷ് ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അത് കണക്ക് ഞാൻ അന്നേരം അവർ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറഞ്ഞു. ഞാൻ 1 മാസം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തറിയാമോ, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഞാൻ ഫണ്ട് ഇവിടെ കടം മേടിച്ചാലും തരാം, നിർത്താൻ പറഞ്ഞു. അവന്മാരന്നേരം ടോൺ മാറ്റി, ബ്രോയ്ക്ക് വേണമായിരുന്നു ഈ പറയണമെന്ന് എല്ലാവരും ചെയ്ത് ഇപ്പം നമുക്ക് കുറേ ക്രിയേറ്റേഴ്സ് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, സിനിമാ നടന്മാരെ ചെയ്യുന്നുണ്ട്, അവരെല്ലാം ചെയ്യുന്നു. പിന്നെ ബ്രോയ്ക്ക് എനിക്ക് വേണ്ട, ഞാനാ പൈസ ചെയ്യുന്നുള്ളൂ. അവർക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കിയപ്പോൾ അവർക്കൊക്കെ ലക്ഷങ്ങൾ കൊടുത്ത് ഇവനാണെങ്കിൽ ആ പൈസക്ക് എൻ്റെ ചെറിയൊരു എമൗണ്ട് തന്നിട്ട് ഇവൻ എന്തോ ഇത് കമ്മീഷൻ മേടിച്ചേക്കുക. അവൻ്റെ പേര് ആൻഡ്രൂസ് എന്നാ കേട്ടോ. അവൻ ഇതൊക്കെ ചിരിച്ചിട്ട് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പൈസ തിരിച്ചു തരാം. ഇവ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവൻ ബ്ലോക്ക് ചെയ്തില്ല. ഞാൻ രാവിലെ മെസ്സേജ് അയക്കുന്നു, വൈകിട്ട് മെസ്സേജ് അയക്കുന്നു, ഇവ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഞാൻ പല നമ്പറിൽ നിന്ന് വിളിക്കുന്നു. അങ്ങനെ 6 മാസത്തോളം നനച്ചൊക്കെ അവനെ കണ്ടിന്യൂസ്ലി വിളിക്കും, ഒരു ഗുണം ഉണ്ടായില്ല. അവൻ ഞാൻ റൈറ്റ്സ് കൊടുത്തേന്ന് പറഞ്ഞു. ഇപ്പൊ ഇല്ല. ആ 6 മാസം കഴിഞ്ഞപ്പം ഞാൻ അവനെ വിളിക്കാത്ത തെറിയില്ല. അത് പറഞ്ഞു ഇനി നിന്റെ ആ വീഡിയോ അങ്ങനെ എവിടെ കണ്ടു കഴിഞ്ഞു എന്റെ സോളം മറിഞ്ഞു. അത് പറഞ്ഞ കമന്റ് ബോക്സ് നമ്മൾ എന്തെങ്കിലും ഇമോഷണൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിനക്കൊക്കെ അത് ഗെയിം കളിച്ച് വെച്ചാ പോരെ, നീ എന്തിനാ. പക്ഷെ ലീഗലാ, പക്ഷെ ലീഗലാ അല്ല. ഞാൻ ചെയ്യുന്നതിന് മുന്നേ തിരക്കി, അത് ചെയ്യുന്നത് തെറ്റില്ല, അത് ലീഗലാണ്. ബട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കളിക്കാം. അതില്ല, അത് പ്ലേ സ്റ്റോറിലുണ്ട്, ആപ്പ് സ്റ്റോറിലുണ്ട്. അതിന് ഓൾറെഡി ഇവിടെ ചെയ്യാനുള്ള ഇതുള്ളതാണ്. എന്നോട് വിഷ്ണു ആദ്യം വന്നപ്പം പറഞ്ഞെന്താ പറയാ, എടീ ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞ എന്താ തന്നെ, അത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയാ ബാത്റൂം എന്നപ്പോ നിന്റെ സൈറ്റിൽ വരെ നിന്റെ വീഡിയോ കണ്ടെന്ന് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞില്ല. എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും അവർ സ്പോൺസർഷിപ്പ് ആഡ് കൊടുത്തെന്ന്. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇതിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മിനിമം 1000 രൂപ കൊടുത്ത് 25 പേർക്കും കണ്ടേ ചെല്ലത്തോളൂ. ഇവരെന്താ എത്ര ലക്ഷങ്ങൾ കൊടുത്തേ, അതിന്റെ 1% അവർക്ക് തന്നൂടായിരുന്നു. എനിക്ക് ഇച്ചിരി തന്നായിരുന്നു, തന്ന പൈസയെങ്കിലും തന്നായിരുന്നു. എന്റെ തന്നതും ഇല്ല, പേര് അല്ല എനിക്കിപ്പോ വന്ന ആ സെയിം ഓഫർ വന്ന് ഞാൻ അവന് മെസ്സേജ് സ്ക്രീൻഷോട്ട് തയ്ച്ചു കൊടുത്ത്. ഞാൻ ഒന്നാതെ ഞാൻ ഇടയ്ക്കൊരു റമ്മി ചെയ്ത് എല്ലാരും വന്ന് കമന്റിൽ നീ റമ്മി ചെയ്ത് ഒരെണ്ണം ചെയ്തു. ഞാൻ അത് അറിയാതെ ചെയ്തു. ഞാൻ മാത്രമല്ല എല്ലാരും ഓഫറേ ചെയ്തോളൂ, കൊടുത്തില്ല അവര്. എന്നിട്ടാണ് നീ ഈ എത്ര രൂപ പറടാന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രമോഷൻ വന്നോണ്ടല്ലോ, ഞാൻ ഫസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കും, നേരെ വിഷ്ണു അണ്ണ അയച്ചു കൊടുത്തിട്ട് പറയും വിഷ്ണു അണ്ണ ഇത് ജെന്യുവൻ ആണോ, എനിക്ക് അറിയത്തില്ല എത്ര രൂപ പേയ്മെന്റ്. വിഷ്ണു അണ്ണ എല്ലാം പറഞ്ഞിരുന്നത്, നേരെ വിഷ്ണു അണ്ണേ കൊടുക്കും. എനിക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല, അതൊക്കെ വിഷ്ണു അണ്ണ. ഞങ്ങൾക്ക് പ്രമോഷനൊക്കെ സെറ്റ് ചെയ്തിരുന്നത് വിഷ്ണു അണ്ണ. മെയിൻ വിഷ്ണു അണ്ണ. വിഷ്ണു അണ്ണ എല്ലാ ഫോട്ടോയും സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് വിഷ്ണു അണ്ണ ഇങ്ങനെ വിഷ്ണു അണ്ണ അപ്പം അപ്ഡേഷൻ തരും. ഒരു 4-5 വർഷത്തിൽ കൂടുതലായി. എൻ്റെ ലാസ്റ്റ് വീഡിയോ നോക്കി 7 വർഷം മുന്നേ ഇട്ടതാ, പക്ഷെ 5 വർഷമായിട്ട് ഞാൻ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഞാൻ പിന്നെ വേറെ ആരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോകത്തില്ല. എനിക്കങ്ങനെ ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുമായിട്ട് കമ്പനി കുറവാണ്, ജസ്റ്റ് മെസ്സേജ് അയക്കുന്നേ ഉള്ളൂ. എനിക്ക് നമ്മുടെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് മാത്രമുള്ള കമ്പനി.
അവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പറ്റി പറഞ്ഞത് ഈ ചേട്ടന്റെ അനിയന്മാർക്ക് അല്ലെങ്കിൽ അനിയന്മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അയ്യോ എനിക്കതൊന്നും കൊടുക്കാൻ പറ്റും. ഇവരൊക്കെ നല്ലവരാ. എന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ പിന്നെ നല്ലവരാ. പൊന്നു പോലുള്ളവര്. അല്ല ഇവരെ കൂട്ടത്തില് ഞാനായിരുന്നു സത്യം ഏറ്റവും ചെറുത്. സ്വഭാവം വെച്ചു ചേച്ചി പറയാം എന്താണ് അജീഷ് ചേട്ടന്റെ കുസൃതികൾ? എപ്പോഴും ഇങ്ങനെ കളിച്ചും ചിരിച്ചും തമാശയും തമാശ കോമഡി ഒക്കെ പറഞ്ഞത് മൂന്ന് മാസം ഭയങ്കര പോസിറ്റീവ് വൈബ്. ശരിയാ. നമ്മൾ ഭയങ്കര തമാശ. ഞാൻ പിന്നെ എന്റെ സങ്കടമൊക്കെ പറഞ്ഞോണ്ടല്ലോ അത് തമാശ രീതി എടുക്കും ചിലപ്പോ, പക്ഷെ സീരിയസ് ആയിട്ട് മനസ്സിൽ കാണും. പക്ഷെ എന്നെ ഹാപ്പി ആക്കാൻ തമാശ രീതി ഓരോന്ന് കണ്ടിട്ട് എന്നെ ചിരിപ്പിക്കും. അപ്പൊ എനിക്ക് ദേഷ്യം വരും എന്ന് പറഞ്ഞേക്ക്. അങ്ങനെയൊക്കെ ഒരു ഞാൻ അപ്പോഴെ കാര്യം അപ്പൊ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഓരോന്ന് തമാശ രീതി പറയും. പക്ഷെ എന്നാലും നമ്മളെന്താ പറയുക, ഇതുകൊണ്ട് ഭയങ്കര പോസിറ്റീവാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ ദേഷ്യാതയാണ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിന് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും തെറ്റ്. അത് ഇവര് എല്ലാവരും അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഈ ആഫ്റ്റർ മാരേജും ബിഫോർ മാരേജും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പ്രത്യേകിച്ച് ഞാൻ വന്നതിന് ശേഷം അതിനൊക്കെ അടിപൊളിയാണ്. എന്റെ ജീവിതം എപ്പോഴും അടിപൊളിയാണ്. എനിക്ക് ഞാൻ വിഷമങ്ങളൊന്നും ഉണ്ടാക്കാറുള്ള വ്യക്തിയൊന്നും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ബന്ധു, അടുത്തൊരു ബന്ധു സുഖലോട് ഞാൻ അങ്ങനെ ഒന്നിനും ഞാൻ എല്ലായിടത്തും വിളിച്ചോണ്ട് ഇത്രയും ലോകമേ ഉള്ളൂ. എന്റെ കൂടെ നിൽക്കുന്നവര് എന്റെ കൂടെ അജീഷ് അണ്ണ ഹോം സിക്ക. ഹോംസില്ല. അജീഷേട്ടൻ മരിക്കുന്നത് ഇവർക്കൊക്കെ വേണ്ടിയിട്ടോ. ഇവരുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അജീഷേട്ടൻ പോകും. അല്ലാതെ എന്ന് വെച്ചാൽ അജീഷേട്ടൻ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാവോ, എൻ്റെ ഒരു ആവശ്യത്തിന് എൻ്റെ കൂടെ നിന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ ഞാൻ താന്ന് കിടന്നപ്പോൾ എന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ കൂടെ ഞാൻ നിൽക്കേണ്ട. ഈ അജീഷേട്ടൻ പറയുന്ന അജീഷേട്ടൻ ഇതിനു മുമ്പ് ഒരുപാട് എന്തൊക്കെ അജീഷേട്ടനായിട്ട് ഫാമിലി ഇഷ്യൂസ് അല്ല, അതായത് അജീഷേട്ടനായിട്ട് കുറേ പ്രശ്നം വന്നപ്പോൾ ഇവരാരും അജീഷേട്ടൻ്റെ കൂടെ ഇല്ലായിരുന്നു. അജീഷേട്ടൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ അജീഷേട്ടൻ ഇനി ചത്ത് കിടന്നു നിൽക്കും. അത്രയേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും അങ്ങനെയൊക്കെ ഒരു ഒരു വട്ടം അജീഷ് അണ്ണാണെങ്കിൽ ഞാനും ഉണ്ടായിരുന്നു. ഒരു വർഷം മുന്നേ കല്യാണം കഴിയുന്നതിന് മുന്നേ അജീഷ് അണ്ണ റൂമിൽ ഇരുന്ന് ഏതോ ഒരു എക്സിന്റെ ഫോട്ടോ നോക്കിയിരുന്ന് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മീനൂട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അജീഷന്റെ അമ്മ വന്നിട്ട് പറഞ്ഞ് പോട്ടറ നിനക്ക് ഇതിനെക്കാട്ടി നല്ല പെണ്ണ കിട്ടും. അജീഷ് അടി ഉണ്ടാക്കാനുള്ള വഴികൾ നോക്കുക, എല്ലാം നടക്കുന്നുണ്ടോ നമ്മൾ പറയണം. മോട്ടിവേഷനാ. കെട്ടിയതൊന്നും കുഴപ്പമില്ല. കുഞ്ഞിനെ വന്നതിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ പ്രശ്നമില്ല. മണിയുടെ നോക്കുന്നത് അങ്ങനെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഇവനാ വന്ന് പാല് കൊടുക്കുന്നത്. ഇത് കട്ടിയാണ്. ക്യാമറ ഓഫ് ചെയ്താൽ മതി. എന്റെ കുഞ്ഞിന്റെ പേര് ഇവാ അറിയാന്ന രുക്കൂന്ന് വിളിക്കും. രുക്കൂന്ന് വീട്ടിൽ വിളിക്കും. ആള് വരുന്നതിന് മുമ്പേ വന്നതിന് ശേഷം എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. ഞാൻ തന്നെ അങ്ങനല്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ആകുമ്പോൾ 5 years ഞങ്ങൾ ഇതുവരെ രജിസ്റ്റർ മാരേജ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇന്നലെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോയപ്പം പഞ്ചായത്തിൽ ഞങ്ങൾ വഴക്ക് പറഞ്ഞു, ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള ബുദ്ധി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളു. ഇപ്പോഴും അതേ ഉള്ളു. കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ്. ഞാൻ മുസ്ലിമും ഹസ്ബൻഡ് ഹിന്ദു. കുഞ്ഞിനെ അതുകൊണ്ട് ക്രിസ്ത്യൻ പേരായിട്ടേക്കുന്നത്. 2 വീട്ടുകാർക്കും ഓക്കെയാണ്. കെട്ടുന്ന സമയത്തുള്ള പ്രശ്നമേ ഉള്ളത്. എനിക്ക് 18 വയസ്സ് ഇന്നാവുമെങ്കിൽ ഞാൻ തലേന്ന് രാത്രി ഒളിച്ചോടി. അവന് മുന്നേ ഒടിച്ചോടിയായിരുന്നു. 16 വയസ്സിലേക്ക് പോയില്ലായിരുന്നു. അല്ല അവന്റെ കൂടെ തന്നെ കേട്ടോ, വേറെ ആരെയും കൂടെ ഇല്ല. അല്ല അത് വീട്ടിൽ കുറച്ച് പ്രശ്നമായപ്പോഴത്തേക്ക് ഞാൻ മീറ്റ് ചെയ്യാൻ പോയതാ. അപ്പൊ നമ്മുടെ അയൽക്കാരൊക്കെ അറിയില്ല കാണാൻ വേണ്ടി. വീട്ടിൽ കുറച്ച് പ്രശ്നമായപ്പോഴത്തേക്കും ഞാനത് ഫോണില്ല വിളിക്കാൻ. അപ്പം നമുക്ക് തുറന്ന് പറയാം. എൻ്റെ വീട്ടിൽ വരെ കല്യാണം ഉറപ്പിച്ചത് പറയാൻ വേണ്ടി പോയതാ. അപ്പോൾ കുറച്ച് നേരം കാണാതെ ഇപ്പം ഞങ്ങളുടെ ഉമ്മ കരച്ചിൽ തുടങ്ങി. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, അയ്യോ ഇവരെ മോൾ ഒളിച്ചോടിപ്പോയി, പ്രായപൂർത്തിയാകുമ്പോൾ ഒളിച്ചോടിപ്പോയത്. ഞാനിങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിലെല്ലാം ഒന്ന് വിളിച്ചുകൊണ്ട് വന്നു. കണ്ടുപിടിച്ചവര്. ഞാൻ കാണാൻ പോയതാ. ഇല്ല എങ്ങനെ പോകാനെ, 16 വയസ്സൊക്കെ പോലീസ് പിടിക്കുന്നു. അത് അത്ര ബുദ്ധിയൊക്കെ ഉണ്ട്. അതിനുള്ള ബുദ്ധി എനിക്കുണ്ടായി. അങ്ങനെ നമ്മൾ തലേന്ന് ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിച്ച്. പക്ഷെ ഇതുവരെ ഞാൻ എടുത്ത ലൈഫ് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഓക്കെ ഇല്ലില്ല. നമ്മള് വഴക്കൂടുമ്പോ അങ്ങോട്ടും പറയും നിന്നെ കെട്ടണ്ടായിരുന്നു, നിന്നെ കെട്ടി അന്ന് പോയത്. അത് പറയും. കുറച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടുതൽ നമുക്ക് പിണങ്ങിയിരിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ കുഞ്ഞുണ്ടായത് ഇപ്പം 3 വർഷത്തിന് ശേഷം. വലിയ വ്യത്യാസമൊന്നുമില്ല. കുഞ്ഞു വന്നപ്പോൾ എന്തുവാ
ശേഷം കുഞ്ഞായത് നമ്മൾ 3 വർഷം വരെ ഗ്യാപ്പ് ഇട്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്താ നമുക്ക് കുറച്ച് കറങ്ങണമായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് സെറ്റിൽഡ് ആയിട്ടില്ല. ഹസ്ബൻഡും പഠിച്ചുകൊണ്ടിരുന്ന ജോലിയില്ല. പിന്നെ കുഞ്ഞായപ്പം നമ്മളൊരു കട എടുത്തു. കുഞ്ഞായപ്പോ ഒരു കട എടുത്തു. ഒരു പ്രൊമോഷനും കൂടെ പറ. പുതിയ സംരംഭമാണ്. എല്ലാവരും മാടനടയില് പുതിയ ഫുഡിന്റെ കട, മന്തിക്കടയാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. ബാങ്കിന്റെ കുറച്ച് ഇഷ്യൂസ് ആയിട്ട് നിൽക്കുക. വർക്ക് ഫുള്ള് കഴിഞ്ഞ് ഒരുപാട് പൈസ കൊണ്ടായിട്ട് ചെയ്തിരുന്നില്ല. നമ്മൾ സ്വർണ്ണമൊക്കെ പണയം വെച്ച് കടം വാങ്ങി ചെയ്ത്. ഇനി എന്ന് വെച്ചാൽ കമന്റ് ബോക്സ് നിറച്ചെന്താ നീ പ്രൊമോഷൻ ചെയ്ത് ഒത്തിരി ഉണ്ടാക്കുന്നില്ലേ, വീഡിയോസ് ചെയ്ത് ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. വരവിനെക്കാട്ടി കൂടുതൽ ചില ഒരു കുഞ്ഞുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കുഞ്ഞിന് പൊടി ഡൈപ്പറിന് തന്നെ 1 മാസം കണ്ട് 1 ലക്ഷം രൂപയാകുന്നു തോന്നുന്നു. ചുമ്മാ ഡൈപ്പർ വാങ്ങണം. കേട്ട് പഠിച്ചോണ്ട് അന്ന് വെച്ചാൽ നമ്മളെ അപ്പം ഇപ്പൊ വേണേൽ കമന്റ് ഇടാം. എങ്കിൽ വീട്ടിൽ ഡൈപ്പർ ഇടാതെ ഇരുത്തിക്കൂടെ. വെച്ചാൽ എല്ലാ ദിവസവും ഷൂട്ടിനോ എല്ലാ ദിവസം നമുക്ക് വീഡിയോസ് എടുക്കണം. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ കാണത്തില്ല. ഞാൻ കുഞ്ഞിനെ അങ്ങനെ എവിടെ ഏൽപ്പിച്ചിട്ട് പോകത്തില്ല. എവിടെ പോയാലും മോളെ കൊണ്ടാകും. ഇപ്പം അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ അനിയത്തിയെയും അനിയനെ ഏൽപ്പിച്ചിട്ട് പോകും. അല്ല ഞാൻ എല്ലായിടത്തോളം കൊണ്ടുപോയെടുക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ വീട്ടുകാരൊക്കെ അക്സെപ്റ്റ് ചെയ്തോ? വീട്ടുകാർ കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. അവർക്ക് അറിയായിരുന്നു നമ്മളൊരു ഏതാണ്ട് ഒരു 6 വർഷം സ്നേഹിച്ചത്. നിങ്ങൾക്ക് ഈ കുടുംബജീവിതം ഇങ്ങനെ പറയുമ്പോ സിംഗിൾ ആയിട്ട് ഒരാളിരുന്നങ്ങ് വിഷമിക്കുക. അത് കണ്ടിട്ട് എനിക്ക് ഒരാള് 2 പേര് ഓൾറെഡി ഒന്നുള്ളല്ലോ. ഓൾറെഡി പ്രാരാബ്ദം ഉണ്ട്. ആങ്കർ സിംഗിൾ ആണ്. വേറെ പ്രത്യേകമുണ്ട്. എല്ലാ ഇതിനകത്തും പറയും ഞാൻ സിംഗിൾ ആണ്, ഞാൻ സിംഗിൾ ആണ്. എല്ലാ ആങ്കേഴ്സും പറയുന്നത് ഞാൻ സിംഗിൾ ആണ്. അത് നിങ്ങൾ വശീകരിക്കാൻ വേണ്ടിട്ട് നമുക്കറിയാം. കാരണം നിങ്ങൾ വിട്ട് വേറൊരാളെ എടുക്കരുത് കേട്ടോ. ഇന്റർവ്യൂവിനെ എന്നെ തന്നെ കൊണ്ടു നടക്കണം. ആങ്കറിനെ മാറ്റരുത്. എല്ലാരെയും കൊതിപ്പിച്ചിട്ട് കടന്നു കളി. എനിക്കത് സതീഷിന് കൊതി വന്ന്. സോറി അജീഷ് സോറി സതീശനപ്പൊ കൊതി വന്ന്. അത് മതിയെന്ന് പറഞ്ഞാൽ ഇനി തേക്കല്ലേ അങ്ങനെ ഉണ്ടാക്കി. ടേബിള് കിട്ടിയ നേരെ ബാറി കല്യാണം കഴിഞ്ഞ് ഞാൻ പറയട്ടെ, ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല. ഇവൻ ഇങ്ങനെ സംഭവം വിഷ്ണു വിളിച്ചോ ഇന്ന സംഭവം ഞാൻ ചെന്നപ്പോൾ ഒരു വെയിറ്റർ ഇവരുടെ ചുമ്മാ ഓർഡർ ചെയ്യോ, ഇവര് കഴിക്കാൻ വയ്യ 1500 ബില്ല് ഇതിനും പറയാം. ഞാൻ നോക്കിയപ്പോ അപ്പൊ ഇവര് തേക്കാൻ നിൽക്കുക. ഇവനെ തൂക്കിയെടുത്തോണ്ട് ഞാൻ കൊല്ലം ബീച്ചിൽ പോയി. അവിടെ പോയിട്ട് കടത്തിൽ കിടക്കുക. വേറൊരു പാർട്ടി അത് ആഘോഷിക്കാൻ പറ്റത്തില്ല. ഞാൻ കടത്തിൽ കിടന്നു. ഒരു പെങ്ങളുടെ കല്യാണം കഴിയട്ടെ. എവിടെന്നെങ്കിലും ഒരു പെങ്കൊച്ചിനെ 2 പെങ്ങന്മാരെയും സേഫ് ആക്കിയിട്ട് ഇനി ഞാൻ ഓടിയത് കണ്ടോ? അവരച്ഛൻ സേഫ് ആക്കുന്നതിന്റെ ആരെയാ ഉദ്ദേശിച്ചത്? അച്ഛൻ കെട്ടിച്ച് വിടുന്നവരാ വെയിറ്റ് ചെയ്യും. അല്ല 2 വർഷം വരെ ഇവിടെ ഓക്കെ ആണെന്ന് പറഞ്ഞു. അതൊക്കെ ചുമ്മാ അത് ഇപ്പഴങ്ങ് പോകും കാറി കയറി. അല്ല ഞാനൊരു അമ്മയല്ലേ, അങ്ങ് ഉറപ്പിക്കാം. അടുക്കളയിൽ പോയി ചായ ഞങ്ങളെ വീട്ടുകാരൊക്കെ കാണുന്നത്. അല്ല അജീഷേട്ടാ ഒരു ഡയലോഗ് അടിച്ച് പൊന്നുമോനെ ഞാൻ കിടന്ന് ഓടിയെന്ന് അറിയാലോ. ഇപ്പഴേ പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് ചെറിയ ചെറിയ അടികളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇവര് പോകുമ്പോ കൊടുക്കാനാണ്. കുഞ്ഞ് വന്നു കഴിയുമ്പോ കുഞ്ഞ് നമ്മള് താരാട്ട് പാടി ഉറക്കില്ലേ? ചേട്ടൻ ഏത് പാട്ട് പാടി ഉറക്കും? ലജ്ജാവതി. ചുമ്മാതാ. അല്ല ഇപ്പം നമ്മുടെ ഇതിന്റെ വയറിന്റെ ഒക്കെ അടുത്ത് നിന്ന് ഏതോ വാർമുകിലും പാടാറുണ്ട്. ചേട്ടാ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കുഞ്ഞ് വരുമ്പോ സൗണ്ട് സൗണ്ട് പാടിക്കോ? അതാ പറഞ്ഞേ, എനിക്കറിയാം പാട്ടായിരുന്നു. ഏതോ ഇപ്പൊ ഇങ്ങനെ കൂടെ അങ്ങനെ പാടി. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഓമരേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നില്ലേതോ മകളായി കിനാവിൻ മുത്തേ നീ വന്നു. അടിപൊളി. അവിടെ ഒരാൾ അല്ല ഞാൻ അജീഷന്റെ ഈ പാട്ടും വേറെ പാട്ടോട്ട് കമ്പയർ ചെയ്ത് നോക്കിയത്. വേറെ ഏത് പാട്ടാ? അജീഷനെ കാറി ഇരിക്കുമ്പോ ഒരു പാട്ട് പാടും. അല്ലല്ല മറ്റേ പാട്ടുണ്ട് കടുകിട്ട് വറുത്തിട്ട്. അതിനകത്ത് ഒരു ഹിന്ദിയോ എന്നാണ് ഒരു പെണ്ണിന്റെ ഒരു ഫീമെയിൽ വോയിസ് എടുത്തില്ലേ, അത് അജീഷണ്ണ ഒരു വരി പാടും. അത് മലയാളത്തിൽ അജീഷണ്ണൻ പാടും. നമ്മള് കാറിൽ പോകുമ്പോ മ്യൂസിക് ഇട്ടേക്കും. അജീഷേട്ട ആ സമയത്ത് തന്നെ അജീഷേട്ട സ്വന്തം ലിറിക്സില്
ഡബിൾ മീനിങ് പാടും, ചിലപ്പോ ഡബിൾ മീനിങ് പാടും, ചിലപ്പോ നോർമലോട്. പക്ഷെ നമുക്കത് അത് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ വൈബിലിരിക്കും. ഞങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങ് പാടി കേട്ടോ. ഒരു ഇപ്പം പെൺപിള്ളേരുണ്ടെന്നുണ്ടെങ്കിൽ ആ വൈബ്, ആമ്പിളർ മാത്രമേ ഉള്ളെങ്കിൽ വേറെ വൈബ്. ഒരു ദിവസം ഓർത്തില്ല കേട്ടോ, ഞാൻ അജീഷനും പോകുമ്പോൾ ഇപ്പൊ എൻ്റെ അടുത്തും അതേ വൈബിൽ പാടാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഒരു ദിവസം ഓർത്തില്ല, എൻ്റെ അമ്മയും അപ്പയും എല്ലാം കൂടെ ഉണ്ട്, ഓർക്കാതെ ഇതങ്ങ് പാടാൻ വന്നു. പിന്നെ പകുതി വെച്ചങ്ങ് നിർത്തി, അവരിയ്ക്കുന്ന ഓർത്തില്ല, അത് ഓർക്കാതെ ശീലമായിട്ട്. പിന്നെ ഞങ്ങള് സിംഗിളായിട്ട് പോകുമ്പോൾ അറിയാലോ, നമ്മൾ ഫ്രണ്ട്സോടെ പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് സ്ഥിരമായിട്ട് ഓർമ്മയുണ്ടോ, സ്ഥിരമായിട്ട് ശീലിച്ചു ഓർത്തിനേച്ചി. ഞാൻ വണ്ടി പിടിക്കില്ല, ഞാൻ എന്തൊക്കെ ആലോചിച്ചപ്പോൾ മീൻ ഇങ്ങനെ കാണാം. ഞാൻ അല്ല പിന്നെ എനിക്കത് അറിയാത്തോണ്ട്. അല്ല, നമുക്ക് ഈ കല്യാണം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സിംഗിൾ ലൈഫിൽ പെട്ടെന്ന് മാറില്ല, പെട്ടെന്ന് മാറാൻ പറ്റത്തില്ല, പയ്യെ മാറി വരാൻ പറ്റും. പക്ഷെ എന്നാലും പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കും, ഏതെങ്കിലും പെങ്കുച്ചു കാണുമ്പോൾ നോക്കാം ഇഷ്ടം നല്ല ഒരു വെച്ചെന്ന് കാണിച്ചു കൊടുക്കും. എങ്ങും പോത്തില്ലെന്ന് ആരും നോക്കത്തില്ല അറിയാന്ന് പറഞ്ഞു. ആരെന്നെങ്കിൽ വർഷം എത്ര ഉണ്ടായിരുന്നു? 16 പെണ്ണ് കണ്ട ആവശ്യമില്ലല്ലോ, 16 പെണ്ണ് കണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, നടന്നേനെ. അല്ല, നമ്മൾ കഴിവില്ലാണ്ടൊന്നും അല്ല, അത് വേണ്ടെന്ന് വെച്ചൊരു സംഭവം. ഫ്യൂച്ചർ പ്ലാൻ എന്താ? എൻ്റെ അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. അച്ഛൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനൊന്ന് ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരുത്തിക്കണം. കാരണം ബൈക്കില് നടക്കുന്ന അത് ഒന്ന് അത് മതി. അച്ഛനായാലും ഞാനൊന്ന് എവിടെങ്കിലും ഒന്ന് കയറിപ്പറ്റി ഒന്ന് രക്ഷപ്പെട്ട് കണ്ടാൽ മതി. അച്ഛനെന്ന് പറഞ്ഞാൽ മീൻ കച്ചവടമാണ്. ഈ ബാക്കിൽ പെട്ടി കെട്ടി അതിൽ മീൻ വെയിലത്ത് ഇങ്ങനെ കൊണ്ടുനടന്ന് ഓരോ വീടുകൾ വിൽക്കുന്നതാണ്. അപ്പം അത് ഞാൻ എപ്പോഴും എനിക്ക് ഫീൽ അടിക്കും. കാരണം ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, ഞാൻ കാറിലൊക്കെ പോകുമ്പോഴായിരിക്കും അച്ഛൻ ഇങ്ങനെ പോകുന്നത്. ഞാൻ ഒരു ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം ഇരുന്ന് പഠിക്കുമ്പം ഒരു ഷീറ്റല്ലേ, അപ്പോൾ അച്ഛനിങ്ങനെ മീനേ എന്ന് വിളിച്ചിട്ട് പോകുമ്പോൾ ഞാനത് അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കും. അപ്പം എനിക്ക് പിള്ളേർക്കെല്ലാം അറിയാം എൻ്റെ അച്ഛനാണ്. എനിക്കതൊരു അന്ന് മുതലേ ഒരു സെറ്റ് അങ്ങനെ അച്ഛനെ ഒന്ന് ഫ്രീ ആക്കണമെന്ന്. അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം. മീനൊരു പഞ്ഞമില്ല, ഡെയിലി അൺലിമിറ്റഡ് മീനുണ്ട്. ഇന്നത്തെ കാലത്തെ അങ്ങനെ ഒരു ജോലിക്ക് ഇതില്ലല്ലോ. ആ ജോലിയുടെ ശമ്പളം വെച്ചാണ് മോളെ MBBS ആക്കിയത്. മറ്റേ തൊട്ടത് ഈവൻ ഈ കൊല്ലത്തിലാക്കി. എന്തായാലും ഏകദേശം നമ്മൾ കുറെ സമയമായി. ഒരുപാട് ഞങ്ങളെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. വീഡിയോക്കകത്ത് കാണുന്ന ആൾക്കാരേ അല്ലേ. ഇവരൊന്നും അങ്ങനെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വൈബാവും, ഭയങ്കര വൈബായിരുന്നു. ഇപ്പൊ അവസാനമായിട്ട് നിങ്ങളുടെ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാണുന്നവർ അത് നമ്മുടെ റിയൽ ലൈഫായിട്ട് എടുത്തിട്ട്, ഇപ്പം മീനുവിന് ഞാനൊരു ക്യാരക്ടർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് കൊഞ്ചി സംസാരിക്കാനായിരിക്കും. ആ വീഡിയോ വരുമ്പോഴത്തേക്ക് വാരികങ്ങ് കൊഞ്ഞരി കൂടി, കൊഞ്ഞനാണോ വൈഫ്, ആ രീതി. അതുപോലെ തന്നെ അവളിപ്പം പ്രഗ്നൻ്റ് ആണ്. അപ്പം അവൾക്ക് ഓൾറെഡി വയറൊക്കെ വെക്കും, അതിന് കമന്റ്. അത് ചിലർ പ്രഗ്നന്റ് ആണെന്നറിയില്ല. അപ്പൊ അതിന് നമ്മുടെ സ്നേഹിക്കുന്നവർ താഴെ ആ ചേച്ചി പ്രഗ്നന്റാ, നിങ്ങൾക്ക് എന്താ ആ ചേച്ചി. ഞാൻ കമന്റിന് റിപ്ലൈ കൊടുക്കാറില്ല, അത് ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ളവരെ കൊടുത്തു. കമന്റ് റിപ്ലൈ കൊടുക്കത്തില്ല. ഞാൻ എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ തിരിച്ച് മറുപടി പറയും. അതിന് ആരാണെങ്കിലും നമ്മൾ തിരിച്ച് മറുപടി പറയും. ചൊറിയാൻ വന്നാൽ കമന്റ് റിപ്ലൈ ഞാൻ നന്നായിട്ട് കൊടുക്കും. ഞാൻ ഇങ്ങനെ തന്നെ ചോദിക്കും, നിങ്ങളുടെ വീട്ടിലുള്ളവരും. പക്ഷെ അത് കാണും കേട്ടോ, ഞാൻ നന്നായിട്ട് ചൊറിയാൻ വന്നാലേ ഉള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലാത്തെന്ന് പറയാം. എന്നെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. കമന്റിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല ഇഷ്ടമുള്ളവരെ. അവരോടൊക്കെ എനിക്ക് സന്തോഷം, സ്നേഹം മാത്രമേ ഉള്ളൂ. ബാക്കി എനിക്ക് പറയുള്ളൂ. സതീഷ് ബ്രോ പറയും ബ്രോ. എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ നല്ല കണ്ടന്റ് ഒക്കെ ഇടാൻ ട്രൈ ചെയ്യാം. ഞാൻ വല്ല കണ്ടന്റ് അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വിഷ്ണുവിനോടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു ചാനൽ തുടങ്ങി. ഞാൻ അതിന് വേണ്ടിയിട്ടും ചെയ്തു. ഞാൻ അങ്ങനെ വലിയ കഴിവൊന്നുമില്ല. ഞാൻ പിന്നെ ആ ഒരു കണ്ടന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്യുന്നതാ. എല്ലാവർക്കും അത് കമന്റിലൊക്കെ വന്ന് ഇപ്പം കുറേ പേര് വന്ന് ഓരോന്നൊക്കെ പറയും. മാക്സിമം നല്ല നോക്കി തന്നെ ഞാൻ റിയൽ ലൈഫൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ എനിക്ക് എൻ്റെ കണ്ടന്റ് കിട്ടും. ഞാൻ ഇപ്പം നല്ല ഇത് ഡെവലപ്പ് ചെയ്തൊക്കെ ചെയ്യുന്നതാണ്. കൊള്ളാന്നുണ്ടെങ്കിൽ എല്ലാം സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നല്ല വീഡിയോസ് ഇടും. എല്ലാവർക്കും എല്ലാ വീഡിയോ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ.
അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ നല്ല കമൻറ്റ് ഇടുക, ഇഷ്ടപ്പെടാത്ത വീഡിയോ നെഗറ്റീവ് കമൻറ്റ് ഇടുക, എങ്കിലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മാക്സിമം ആരും ഈ റിയൽ ലൈഫും കണ്ടൻറ്റും കൂടി ഇങ്ങനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ഇങ്ങനെ ഇതാക്കരുത്. ഇതെൻ്റെ ഹസ്ബൻഡ് അല്ല, എനിക്കൊരു ഹസ്ബൻഡും കുഞ്ഞുകൊണ്ട് ഒന്നാമത്തെ കാര്യം അത്. പിന്നെയെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന രീതിയിലല്ലായിരിക്കുമല്ലോ വീഡിയോയിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുമ്പോൾ നമ്മളെ ഫാമിലിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നെ എന്തുകൊണ്ടും പറഞ്ഞു, പക്ഷേ ഈ വീട്ടുകാരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇടാതിരിക്കുക. പിന്നെ ഫാമിലി വീഡിയോസ് ഇടുമ്പം ഈ ഹിന്ദു മുസ്ലിം അങ്ങനെ കമൻറ്റ് ഒത്തിരി വരുന്നു. നിങ്ങളുടെ ജാതി പ്രശ്നം നമ്മളെ കമൻറ്റിൻ്റെ അടി വന്ന് 1 മില്യൺ കമൻറ്റ് വരെ വന്നിട്ടുണ്ട് ഒരു വീഡിയോയ്ക്കകത്ത്. ഫുള്ള് ജാതി പ്രശ്നം അത്ര ലൈക്ക് പോലും വീഡിയോയ്ക്ക് കയറിയിട്ടില്ല. ഫുള്ള് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരും സപ്പോർട്ട് ചെയ്യാത്തവരും. അതുകൊണ്ട് ഈ ഫാമിലി ഈ വാപ്പിയും ഉമ്മയും കുറ്റം പറയാം, അല്ലെങ്കിൽ അവരച്ഛനും അമ്മയും, അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കും. നമ്മളെ കുറ്റം പറയും, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ അതിനകത്ത് കൂടുതലും റിയൽ ലൈഫാണ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് എന്തെങ്കിലും മെസ്സേജ് കാണും, അത് ഇഷ്ടപ്പെടണമെന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കണ്ട് മനസ്സിലാക്കുക. കൂടുതൽ കോമഡി വീഡിയോസ് ചെയ്യാൻ പറയും. എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല, കാരണം എൻ്റെ ആർക്കും വലിയ ഗുണം ഉണ്ടാകത്തില്ല, കണ്ട് ചിരിച്ച് കളയാന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയ്ക്കകത്തെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. ലൈഫിൽ എന്തെങ്കിലും ഒരു ഇതായിരിക്കും, ആരുടെയെങ്കിലും ലൈഫിൽ നടന്നതോ നടക്കാൻ പോകുന്നതോ ഇപ്പം റിയലിസ്റ്റിക് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. എൻ്റെ മക്കളുമാരിടുന്ന വീഡിയോസ് എല്ലാവരും കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി വീഡിയോസ് വരും. പിന്നല്ല, ഇവർ വിളിക്കുന്ന കാലത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവരെ പിന്നെ എല്ലാവരും അവരുടെ വീഡിയോസ് കാണുക, അവർ ഒരാൾക്കുള്ള മാത്രമല്ല എല്ലാവരുടെയും വീഡിയോസ് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയും അടിപൊളി വീഡിയോസ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, ഈ വൈബ് ഒരിക്കലും കളയരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഒരുപാട് സന്തോഷം. താങ്ക് യു.